23 വർഷമായി ഞാനും ഷാഫിയായിട്ടുള്ള ബന്ധം. 2002 തൊട്ടുള്ള ബന്ധവും. ആ 23 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും ഷാഫി ഒന്ന് മുഖം കറുത്ത ഒരാളോട് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അത് ലൊക്കേഷനിലായാലും ശരി, ജീവിതത്തിലായാലും ശരി. ദേഷ്യപ്പെടേണ്ട സന്ദർഭത്തിൽ പോലും ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ല. എനിക്ക് ദേഷ്യമൊക്കെ വരാറുണ്ട് ആ സമയത്ത്. ഞങ്ങൾ തമ്മിൽ ഒരു തവണ കാറിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സിഗ്നൽ ഓപ്പണായി കിടക്കുകയാണ്. അപ്പോൾ ആ സിഗ്നൽ പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് വേണമെങ്കിൽ കടന്നു പോകാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ ആ നോർമൽ സ്പീഡിൽ തന്നെയാണ് ഷാഫിയാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ പുറകിലുള്ള ഒരുത്തൻ ഓവർടേക്ക് ചെയ്ത് ആദ്യം പോകാൻ വേണ്ടി ഷാഫിയുടെ കാറിൻ്റെ മിറർ തട്ടി തകർത്തിട്ട് അങ്ങോട്ട് പോവുകയും റെഡ് വീണ് അവനോട് നിർത്തി. ഷാഫി അങ്ങനെ തന്നെ അരിയത്തുകൊണ്ടേ അതിൻ്റെ പുറകത്ത് അവൻ ഇറങ്ങി വന്നിട്ട് സോറി എന്ന് പറയും. അപ്പം അവൻ്റെ പോക്കെന്ന് പറഞ്ഞാൽ അതിക്രമിച്ച് കയറിയിട്ടുള്ള ഒരു പോക്കാണ്, അല്ലാണ്ട് അവന് പുറകെ വരേണ്ട കാര്യമുള്ളൂ. എന്നിട്ട് പോലും ഒരക്ഷരം അയാളോട് മിണ്ടാണ്ട് ഓക്കെ സോറി ഓക്കെ പൊയ്ക്കോ എന്ന് പറയും. അപ്പം എനിക്ക് ദേഷ്യം കയറി. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ദേഷ്യം വരില്ലേ എന്ന് പറയും. എന്ത് പറയാനാണ് എന്ന് പറയും. ഈ ഒരു റിയാക്ഷനാണ്. എന്ത് ബോംബ് വീണെന്ന് പറഞ്ഞാലും ഷാഫി അവിടെ പ്രതികരിക്കില്ല. അത് വളരെ സൈലൻ്റായിട്ട് അത് കൈകാര്യം ചെയ്യും. ലൊക്കേഷനിലായാലും ശരി, വളരെ പ്രതിസന്ധി ഘട്ടത്തിലൊക്കെ നമുക്ക് ടെൻഷൻ അടിക്കുമ്പോൾ പുള്ളി അവിടെ കോമഡിയൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ചിരിപ്പുണ്ടാവും. അപ്പോൾ ഈ മനുഷ്യന് ടെൻഷനില്ലേ? ചിലപ്പോൾ ആ മഴ പെയ്തിട്ട് അന്ന് ഷൂട്ട് നടക്കാതിരിക്കുമ്പോൾ അവിടെ വളഞ്ഞിരുന്നിട്ട് കോമഡി അടിച്ചിട്ട് ചിരിയും കളിയായിരിക്കുള്ളൂ. എന്ത് ചെയ്യാൻ പറ്റും? മഴ മാറാതെ പോകാൻ പറ്റുമോ? അപ്പോഴേക്കും തമാശയായിട്ട് പറയും മഴ ചതിക്കോ, വേഗം നിൽക്കോ എന്നൊക്കെ ചോദിക്കും. മനസ്സിലായില്ലേ? ഷൂട്ടിൽ തുടരണ്ടേ? അപ്പോൾ അങ്ങനെ എല്ലാം വളരെ ജീവിതത്തിലും നർമ്മം കാണുന്ന ആളാണ്.